കാർത്തികേയൻ്റെ മകൻ എന്താ ശബരിനാഥൻ വിചാരിച്ചു ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ഇവരെ ഉരുട്ടിയിട്ടാലെന്താ, നല്ല ബുദ്ധിയല്ലേ, കൂടുതൽ കൊള്ളാം. അപ്പം നമുക്കതിനുള്ള നമ്പറില്ല. പക്ഷേ LDFനുണ്ടല്ലോ, 21 കോൺഗ്രസിനുണ്ട്, 29 മറ്റോ LDFനുണ്ട്, അതോ തിരിച്ചോ, എനിവേ രണ്ടുപേരും ചേർന്ന് 49 ഉണ്ട്. പിന്നെന്താ, ആ ചാടി അങ്ങ് വീണു. ശബരിനാഥൻ KPCCയിൽ സംസാരിച്ചു. KPCCയും അധികമൊന്നും ആലോചിക്കാതെ നടക്കുന്നെങ്കിൽ നടക്കട്ടെ, ഓക്കെ. LDF സമ്മതമല്ല. LDF ആകെ തോറ്റ് നിൽക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ തോറ്റ് നിൽക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ അവരുടെ കയ്യിലായിരുന്നില്ല. പിന്നെ ഇപ്പം വന്നാലെന്താ, വന്നില്ലെങ്കിൽ എന്താണെന്നുള്ള നില. CPMന് അങ്ങനെയല്ലല്ലോ. അപ്പോൾ അവർ ഈ കോൺഗ്രസുമായിട്ട് കൂട്ടുകൂടിയാലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ നോക്കിയിട്ട് അവർ കൂട്ടുകൂടാൻ തയ്യാറല്ല. രാജേഷ് ശാന്തനായിട്ട് 4-5 ദിവസം ഈ ചർച്ച അങ്ങ് മൂത്ത് വരട്ടെ എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ഇന്നലെ പറഞ്ഞില്ലേ, ആന്തോറിയം അവലോസുണ്ട കഥ പറഞ്ഞിട്ട് വളരെ ആ പറഞ്ഞ പോലെ തന്നെ അപഹാസ്യമായിട്ട് ഇവരുടെ കൂട്ടുകെട്ട് അവസാനിച്ചു. തിയറിറ്റിക്കലി ഇവർക്ക് വേണമെങ്കിൽ കൂട്ടുകൂടാം, ഇന്ത്യ മുന്നണിയാണ് എന്ന് പറഞ്ഞിട്ട് കൂട്ടുകൂടാം. നാളെ കേരളത്തിൽ ഇവർക്കിത് ചെയ്യേണ്ടിയും വരും. നാളെ കേരളത്തിൽ വരാൻ പോകുന്നത് ഇന്ത്യ മുന്നണി വേഴ്സസ് BJP എന്ന രാഷ്ട്രീയമാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കം കുറിക്കാമായിരുന്നു തിരുവനന്തപുരത്ത് വേണമെങ്കിൽ. പക്ഷേ അത് കുറിക്കാനുള്ള ധൈര്യം LDFനില്ല. UDF അവർക്ക് സ്റ്റേക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിന് തയ്യാറാവുകയും ചെയ്തു.